നമസ്കാരം. ഭാര്യ ഭർത്താക്കന്മാർ തർക്കിക്കുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യുന്നത് കുടുംബജീവിതത്തിൽ സർവ്വസാധാരണമാണ്. എന്നാൽ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങേണ്ടുന്ന ആ വഴക്ക് ലോകം മുഴുവൻ കാണുന്ന ഒരു സാഹചര്യത്തിലായാൽ എന്താകും അവസ്ഥ? അത്തരമൊരു രസകരമായ കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഫുട്ബോൾ വേൾഡ് കപ്പ് മത്സരത്തിനിടെ പരസ്പരം വഴക്കിടുന്ന ദമ്പതിമാരുടെ വീഡിയോയാണ് സൈബർ ഇടത്തിൽ വൈറലാകുന്നത്. ഇവർക്കിടയിൽ എന്തായിരിക്കാം തർക്കത്തിന് കാരണമായതെന്ന് ആലോചിച്ച് അന്തം വിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം. വീഡിയോയ്ക്ക് പിന്നിലെ യഥാർത്ഥ കഥ തേടുകയാണ് ഇപ്പോൾ നെറ്റിസൺസ്. ഈ ലോകകപ്പിലെ ഒരു മത്സരം കാണാൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഒരു കൂട്ടം ആരാധകർ എത്തിയിരുന്നു. അത്തരത്തിൽ ആരാധകരെത്തിയ ഒരു മത്സരത്തിൽ ദമ്പതികളെന്ന് തോന്നിക്കുന്ന ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം കൊമ്പ് തീർക്കാൻ തുടങ്ങിയായിരുന്നു. ദക്ഷിണ കൊറിയയ്ക്കെതിരെയുള്ള അതിനിർണായകമായ മത്സരത്തിനിടെ ഇരുവരും രാജ്യത്തിന്റെ പതാകകൾ വീശി ആവേശത്തോടെ ഗ്യാലറിയിൽ നിൽക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ കാണാം. എന്നാൽ തൊട്ടടുത്ത നിമിഷം കഥ മാറി. പങ്കാളിയാണെന്ന് കരുതുന്ന പുരുഷൻ കളി കാണുന്നതിനിടയിൽ സ്വന്തം മൊബൈൽ ഫോണിലേക്ക് കണ്ണു നട്ടിരിക്കുന്നത് ആ സ്ത്രീയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെയാണ് രംഗം വഷളായത്. നോക്കിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ചാറ്റിനോടോ അതല്ലെങ്കിൽ ചിത്രത്തോടോ ഉള്ള എതിർപ്പാണോ അതോ ലോകകപ്പുകൾ ഇത്രയും ആവശ്യത്തിൽ നടക്കുമ്പോൾ അത് ആസ്വദിക്കാതെ ഫോൺ ഉപയോഗിച്ചതിലുള്ള ദേഷ്യമാണോ എന്ന് വ്യക്തമല്ലെങ്കിലും ആ സ്ത്രീ അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ വളരെ നിസ്സാരമായ മറുപടി നൽകിയ ശേഷം അയാൾ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചെങ്കിലും തർക്കം അവിടെ കൊണ്ട് തീർന്നില്ല. ഇരുവരും തമ്മിലുള്ള വാക്കേറ്റം തുടർന്നുകൊണ്ടേയിരുന്നു. സ്ത്രീ പറഞ്ഞ എന്തോ ഒരു കാര്യം അയാളെ വല്ലാതെ ചൊടിപ്പിച്ചതായിട്ടാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. തർക്കം രൂക്ഷമായതോടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ പിന്മാറാനായി ആ സ്ത്രീ ഒടുവിൽ തന്റെ സീറ്റിലിരുന്നു. എന്നാൽ ദേഷ്യം അടങ്ങാതിരുന്ന ആ പുരുഷൻ ദേഷ്യത്തോടെയും ആക്രോശിക്കുന്ന രീതിയിൽ ഇടയ്ക്കിടെ അവരുടെ നേർക്ക് തിരിയുന്നുണ്ടായിരുന്നു. വീഡിയോ മുന്നോട്ട് പോകുന്തോറും കളി കാണാൻ വന്നിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ടി വന്നല്ലോ എന്ന സങ്കടത്തിൽ ആ സ്ത്രീ നിശബ്ദയായി സീറ്റിലിരിക്കുമ്പോൾ അയാൾ ഒട്ടും കൂസലില്ലാതെ നൃത്തം ചെയ്യുന്നതും ലഘുഭക്ഷണം കഴിക്കുന്നതുമാണ് വീഡിയോയിൽ കാണാൻ കഴിഞ്ഞത്. ചുറ്റുമുള്ള ആരവങ്ങൾക്കിടയിലും ഇരുവരും തമ്മിലുള്ള ഈ അസ്വാരസ്യം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുകയായിരുന്നു. ആദ്യം ടിക്ടോക്കിലാണ് ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതെങ്കിലും നിമിഷങ്ങൾക്കകം ഇത് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തരംഗമായി മാറി. പതിനായിരക്കണക്കിന് ആളുകളാണ് വീഡിയോ ഇതിനോടകം കണ്ടത്. ഇവർ തമ്മിലുള്ള വഴക്കിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് നിരവധി കമന്റുകളും രസകരമായ ഊഹാപോഹങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി എങ്ങനെ നിയമപരമായി വിവാഹമോചനത്തിന് അപേക്ഷിക്കാൻ കഴിയുമെന്നായിരുന്നു ഒരു ഉപയോക്താവ് എക്സിൽ കുറിച്ചത്. എന്നാൽ ആ വിവാഹമോചനം ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ പെട്ടെന്ന് സംഭവിച്ചതാണെന്നായിരുന്നു മറ്റൊരു അക്കൗണ്ടിന്റെ പരിഹാസം കലർന്ന കമന്റ്. ആണുങ്ങളെല്ലാം നശിപ്പിക്കും, അവൾ എല്ലാവരുടെയും നല്ലൊരു ദിവസം നശിപ്പിക്കുകയാണെന്നും എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നും പറഞ്ഞ് അവൻ അവളെ കുറ്റപ്പെടുത്തുന്ന തിരക്കിലായിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണെന്നായിരുന്നു ഒരു യുവതി കുറിച്ചത്. അവൻ മത്സരത്തിന്റെ ഫലത്തെക്കുറിച്ച് ഓൺലൈൻ ബെറ്റിംഗ് നടത്തുകയായിരിക്കാം എന്നാണ് മറ്റൊരു വിഭാഗം ആളുകളുടെ കണ്ടെത്തൽ. എന്നാൽ മറ്റു ചിലരാകട്ടെ ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചനയായിരിക്കാം ഈ പരസ്യമായ തർക്കത്തിന് പിന്നിലെന്നും അഭിപ്രായപ്പെടുന്നു. അതേസമയം കളി കാണാൻ വന്നവരുടെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ ക്യാമറ തിരിച്ചുപിടിച്ച ക്യാമറമാനെ പരദൂഷകനും മറ്റുള്ള കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നവനും എന്ന് വിളിച്ച് കുറ്റപ്പെടുത്താനും ആളുകൾ മാറുന്നില്ല. എന്തൊക്കെയായാലും വീഡിയോ ഇത്രയധികം വൈറലായിട്ടും ഇരുവരും തമ്മിൽ യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്ന വിശ്വസനീയമായ മറ്റ് റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം നേരത്തെ ഇതേപോലെ ഗ്രൗണ്ടിലുണ്ടായ മറ്റൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. മത്സരത്തിനിടെ ലയണൽ മെസ്സിയും റെഫറി ജോവോ പെഡ്രോ പിൻഹെയ്റോയും തമ്മിലുണ്ടായ വാക്കേറ്റമായിരുന്നു ഇതുപോലെ ചർച്ചയായ മറ്റൊരു സംഭവം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ സ്വിറ്റ്സർലൻഡിന്റെ ഫ്രീ കിക്കിനായി അർജന്റീനിയൻ പ്രതിരോധ നിര തയ്യാറെടുക്കുമ്പോഴായിരുന്നു ആ സംഭവം. അർജന്റീനിയൻ താരങ്ങളോട് ദൂരപരിധി പാലിക്കാൻ റെഫറി ആവശ്യപ്പെട്ട രീതിയായിരുന്നു മെസ്സിയെ ചൊടിപ്പിച്ചത്. കളിയിൽ സ്വിറ്റ്സർലൻഡിന്റെ ബ്രെൽ എംബോളയെ വാർ പരിശോധനയ്ക്ക് ശേഷം റെഫറി പുറത്താക്കിയതും മത്സരത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു.